തമിഴ്നാട്ടിൽ ഓൺലൈൻ ട്രേഡിംഗിന്റെ ഒരു വൻ തട്ടിപ്പ്. മധുര സ്വദേശിയുടെ 52 ലക്ഷം രൂപ കവർന്ന കേസിൽ മലയാളി ഉൾപ്പെടെ 4 പേർ ഇപ്പോൾ അറസ്റ്റിലായി. കായംകുളത്തെ അൻവർ ഷാ ആണ് പിടിയിലായ മലയാളി. ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് തത്സമയം ചേരുന്നു. റഹീസ്, അവിടെയും മലയാളിയുടെ ഒരു സാന്നിധ്യം ഉണ്ടായില്ലേ? സന്തോഷം, പറയൂ. വലിയൊരു തട്ടിപ്പാണ് ഈ മലയാളിയുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത്. നിലവിൽ കായംകുളം സ്വദേശിയായിട്ടുള്ള അൻവർ ഷാ ആണ് പോലീസിന്റെ പിടിയിലായത്. ഇയാൾ കഴിഞ്ഞ 1.5 വർഷമായി പോലീസിനെ വട്ടം കറക്കിക്കൊണ്ടിരുന്ന ആളാണ്. പ്രധാനമായും ഫേസ്ബുക്ക് കേന്ദ്രീകരിച്ചുള്ള തട്ടിപ്പാണ് ഇവർ നടത്തിയിരുന്നത്. ഈ പിടിയിലായ മറ്റു 3 പേർ കർണാടക സ്വദേശികളാണ്. ഫേസ്ബുക്കിൽ ഈ നിരവധി ട്രേഡിംഗ് ആപ്പുകളുടെ പരസ്യം വരാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ പരസ്യം നൽകിക്കൊണ്ട് ഈ ആപ്പിലേക്ക് ഓരോരുത്തരെയും ക്ഷണിക്കുകയും ഒപ്പം തന്നെ ഒരു തവണ ഇവർ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇവരെ നിരന്തരം ഫോളോ ചെയ്ത് ഈ പണം ഈ ആപ്പ് വഴി ട്രേഡ് ചെയ്ത് ഇരട്ടിയാക്കാം എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് ഈ സംഘം ഒരു വല നെയ്തത്. അതിൽ ഏറ്റവും പ്രധാനമായും പിടിയിലായത് മധുര സ്വദേശിയായിട്ടുള്ള ഒരാളാണ്. ഇയാൾക്ക് 52 ലക്ഷം രൂപയാണ് നഷ്ടമായിട്ടുള്ളത്. ഈ 52 ലക്ഷം രൂപയും പലതവണയായി ഈ 4 പേരുടെ പല അക്കൗണ്ടുകളിലേക്കാണ് ഇയാൾ നൽകിയിട്ടുള്ളത്. അങ്ങനെ മധുരയിലെ സ്പെഷ്യൽ ബ്രാഞ്ചിന് ഇയാൾ ഒരു പരാതി നൽകുന്നു. ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നു. കേരളത്തിലടക്കം ഇവർ നിരവധി തവണ എത്തി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ 4 പേരും പിടിയിലായിരിക്കുന്നത്. ഇതിൽ കായംകുളം സ്വദേശിയായി ആണ് അൻവർ ഷാ. ഇയാൾ കഴിഞ്ഞ ഡിസംബറിൽ ഒരു പുതിയ ബാങ്ക് അക്കൗണ്ട് തുറന്നു. അതിലേക്ക് കുറെ പണം എത്തിയതോടുകൂടിയാണ് പോലീസിന് കൂടുതൽ സംശയമായത്. എന്തായാലും കൂടുതൽ മലയാളികൾ ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടൻ പരാതി നൽകണമെന്ന് കൂടി പോലീസ് അറിയിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു റഹീസ്. ചെന്നൈയിൽ നിന്നാണ് റഹീസ് നമുക്കൊപ്പം ചേർന്നത്.